സിറിയയിലെ ദുറൂസ് വിഭാഗത്തെ സംരക്ഷിക്കാനുള്ള ഇസ്രായേലിന്റെ നിർണായക നീക്കം. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ സൈനിക ആസ്ഥാനം ആക്രമിച്ച് ഇസ്രായേൽ. തെക്കൻ സിറിയയിലെ ദുറൂസ് വിഭാഗത്തിനെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് സൈനിക ആസ്ഥാനം IDF ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ സൈനിക ആസ്ഥാനത്തിന്റെ പ്രധാന കവാടം തകർത്തതായും IDF അവകാശപ്പെട്ടു. ഡമാസ്കസിലുണ്ടായ ആക്രമണങ്ങളിൽ 28 പേർക്ക് പരിക്കേറ്റതായി സിറിയൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തും ആക്രമണം നടത്തിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിലെ ഭരണാധികാരികൾ വേഷം മാറിയ ജിഹാദികളാണെന്ന് ഇസ്രായേൽ പറയുന്നു. തെക്കൻ സിറിയയിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ അനുവദിക്കില്ലെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. സിറിയയിലെ ന്യൂനപക്ഷമായ ദുറൂസ് വിഭാഗത്തെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചു. വെടിനിർത്തൽ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരുന്ന സുവൈദയിൽ സിറിയൻ സൈന്യവും ദുറൂസ് വിഭാഗവും ദിവസങ്ങളായി സംഘർഷത്തിലാണ്. 4 ദിവസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടലിൽ മരണം 200 കടന്നു. സിറിയൻ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുന്നതുവരെ ഇസ്രായേൽ സൈന്യം സുവൈദയിൽ തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. സൈനിക ആസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണത്തിലൂടെ സുവൈദയിലെ സംഭവങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയ്ക്ക് ഒരു സന്ദേശം നൽകുകയായിരുന്നു ലക്ഷ്യമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നു. ദുറൂസ് വിഭാഗവും സായുധ വിഭാഗവും തമ്മിലുള്ള പോരാട്ടം അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം സിറിയൻ സർക്കാർ സൈന്യത്തിന് സുവൈദ മേഖലയിലേക്ക് അയച്ചിരുന്നു. പക്ഷേ ഇത് പിന്നീട് ദുറൂസ് വിഭാഗവും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറി. സിറിയ, ലബനൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളെ വ്യാപിച്ചു കിടക്കുന്ന മതവിഭാഗമാണ് ദുറൂസ്. രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുള്ള സുവൈദ പ്രവിശ്യയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദുറൂസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ചൊവ്വാഴ്ച ദുറൂസ് വംശജനായ ഒരു ആത്മീയ നേതാവ് ദുറൂസ് വിഭാഗം സൈന്യത്തിന്റെ സ്വയം ഭരണം നേടുന്നതിനായി സിറിയൻ പ്രസിഡന്റ് അൽ അസദിന്റെ പതനത്തിന് ശേഷം അധികാരികളുമായി ചർച്ച നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ആക്രമണം. 2024 ഡിസംബറിലാണ് വിമത വിപ്ലവത്തിലൂടെ അൽ ഷറയുടെ നേതൃത്വത്തിൽ സുന്നി വിഭാഗക്കാരായ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സായുധ സംഘടന സിറിയയിൽ അധികാരം പിടിക്കുന്നത്. ഇതിനു പിന്നാലെ മധ്യ സിറിയയിൽ വിഭാഗീയ സംഘർഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സമീപകാലത്ത് സിറിയയിലെ ന്യൂനപക്ഷം തുടർച്ചയായ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതിനിടെ പുതിയ ഭരണകൂടം തങ്ങളെ അടിച്ചമർത്തുമോ എന്ന ആശങ്കയിലാണ് ദുറൂസികൾ ആരാണെന്നും ഇവർ സിറിയയിൽ എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നും നോക്കിയാൽ മധ്യപൂർവേഷ്യയിൽ അറബി ഭാഷ സംസാരിക്കുന്ന വംശീയ ന്യൂനപക്ഷ വിഭാഗമാണ് ദുറൂസികൾ. 11ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈജിപ്തിലാണ് ദുറൂസി വിഭാഗത്തിന്റെ തുടക്കം. ഷിയ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഇസ്ലാമിലിയസത്തിന്റെ ഉപശാഖയായാണ് ദുറൂസി വിശ്വാസം ഉരുത്തിരിയുന്നത്. തുടർന്ന് നൂറ്റാണ്ടുകളായി അവർ ഒരു പ്രത്യേക വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ ദുറൂസി വിശ്വാസം ക്രമേണ ഇല്ലാതായി എങ്കിലും സിറിയയിലും ലബനനിലെയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട്. മതവിശ്വാസങ്ങളിൽ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന അവർ പുനർജന്മം പോലുള്ളവയിലും വിശ്വസിക്കുന്നു. ദുറൂസ് സമൂഹത്തിലെ പല മതപരമായ ആചാരങ്ങളും രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അത് അവർക്കിടയിൽ പോലും പലപ്പോഴും പരസ്യമാക്കാറില്ല. ദുറൂസ് വിഭാഗത്തിൽ തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ അവരുടെ മതപരമായ ചടങ്ങുകളിൽ പൂർണ്ണമായി പങ്കെടുക്കാനും മതഗ്രന്ഥങ്ങൾ പൂർണ്ണമായി പഠിക്കാനും അനുവാദമുള്ളൂ. മതപരിവർത്തനം അനുവദിക്കാത്ത ഇവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ദുറൂസ് വിശ്വാസത്തിന് പുറത്തുള്ളവരുമായുള്ള വിവാഹം പോലും അപൂർവമാണ്. മാത്രമല്ല അതിനെ ശക്തമായി അവർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പരമ്പരാഗത ദുറൂസ് വസ്ത്രം കറുപ്പാണ്. പുരുഷന്മാർ വെളുത്ത തൊപ്പികളോ തലപ്പാവോ ധരിക്കും. ദുറൂസികളിൽ ഭൂരിഭാഗവും ലബനൻ, സിറിയ, ഇസ്രായേൽ, ജോർദാൻ എന്നിവ കൈവശപ്പെടുത്തിയിരിക്കുന്ന സിറിയൻ പ്രദേശമായ ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ ചെറിയ സമൂഹങ്ങളുമായി താമസിക്കുന്നു. പ്രദേശത്തുടനീളം ദുറൂസികൾക്കിടയിൽ ശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷത്തിലധികം ദുറൂസികളാണ് ഈ മേഖലയിലുള്ളത്. വടക്കൻ ലബനനിലും തെക്കൻ സിറിയയിലെ ഗ്രാമങ്ങളിലുമായാണ് ഇവർ അധികവും താമസിക്കുന്നത്. സിറിയയിലാണ് ഏറ്റവും കൂടുതൽ ദുറൂസികൾ ഉള്ളത്. 2011 സിറിയയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ഏകദേശം 7 ലക്ഷത്തോളമായിരുന്നു ഇവരുടെ ജനസംഖ്യ. സിറിയയിലെ ദുറൂസികളിൽ ഭൂരിഭാഗവും 18ാം നൂറ്റാണ്ടിൽ ലബനനിൽ നിന്ന് എത്തി മേഖലയിൽ താമസമാക്കിയവരാണ്. ലബനനിൽ ഏകദേശം 3 ലക്ഷത്തോളം ദുറൂസികൾ ഉള്ളപ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം ദുറൂസികളാണ് ഇസ്രായേലിലുള്ളത്. തെക്കൻ സിറിയയിൽ നിന്നുള്ള ചില ദുറൂസികൾ അയൽരാജ്യമായ ജോർദാനിലും താമസമാക്കി. അവിടെ 15,000 മുതൽ 20,000 വരെ ആളുകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിന് പുറത്ത് അമേരിക്കയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇവർ കുടിയേറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.